കണ്ണങ്ങളിൽ അക്ഷരങ്ങൾ ഒളിപ്പിച്ചപ്പോഴും ഓഡിറ്റോറിയത്തിൽ വെച്ച് തട്ടമിടാൻ പറഞ്ഞപ്പോഴും സംസാരിക്കാൻ അറിയാതെ പകച്ചു നിന്നപ്പോഴും ശല്യം ചെയ്തവരെ ശകാരിച്ചപ്പോഴും മതിൽ ചാടി വന്നതിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അസൂയയും ദേഷ്യവും മറച്ചു വെച്ച് നല്ലവനായി അഭിനയിക്കാതിരുന്നപ്പോഴും ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാളുടെ ജാതി, മതം, ജീവിതം, ചുറ്റുപാട് ഒന്നും എനിക്കറിയില്ല. പക്ഷെ മരിച്ചുപോയ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം സ്നേഹം കൊണ്ട് സ്വാധീനിച്ച മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിൻ്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. പോയിട്ട് എന്തായി? അവള് ഐ ലവ് യു എന്ന് പറഞ്ഞു. നട്ട മോനെ, ഇതെങ്ങനെ? അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്രേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഇംതിയാസും മാങ്ങാത്തിരിയൊക്കെ വെറുതെ ആയിരുന്നല്ലേ? ആ ചെക്കൻ വെറുതെ പുളു അടിച്ചായിരിക്കും. വൻ ചെലവുണ്ട് മോനെ, വൻ ചെലവ്. ഇന്ന് രാത്രി ഐഷാന്റെ മൂത്താപ്പനെ നമ്മൾ പൂട്ടാൻ പോവാ. അയാളുടെ ഫാക്ടറിയെ കുറിച്ചുള്ള അന്വേഷണം വരുന്നുണ്ടല്ലോ, അത് അട്ടിമറിക്കാൻ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിയുന്നതോടെ ഓൻ ആപ്പിലാവും. ഏതായാലും മരുമോളെ നീ എടുത്തോ, മൂത്താപ്പാന നമ്മളെടുത്തോളാം.